ഇവിടുത്തെ വീടൊക്കെ പണിയാൻ പറ്റും, ഒരു ജോലി കിട്ടിയാൽ സ്ഥാനക്കയറ്റം കിട്ടും, വിദ്യാഭ്യാസ മാർക്കറ്റ്. പക്ഷെ ഇതൊന്നും ഞാൻ ഒത്തിരി കണ്ടുകൊണ്ട് ഇതൊന്നും പ്രശ്നമില്ല. അണക്കര വന്നിട്ട് ഒരുപാട് പേര് ധ്യാനം കൊണ്ട് പ്രാർത്ഥിക്കും. വച്ചാൽ വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങോട്ടാണോ? കാനഡയ്ക്ക് പോകാൻ വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി, UK പോകാൻ വേണ്ടി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ അമേരിക്കയിലും വിദേശത്തിലും കയറ്റി വിട്ടു. പ്രശ്നം കേൾക്കുന്നുണ്ട് അച്ഛൻ? ഹല്ലേലൂയ. ഇതിനുശേഷം ഞാൻ അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലെല്ലാം പോയി. എന്തിനറിയോ? ഇവരൊക്കെ അവിടെ പോയിട്ട് രക്ഷപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടി. പ്രസലോഷൻ അവിടെ ചെയ്യുമ്പോൾ വീണ്ടും ഇവരെല്ലാം എന്റെ പുറകെ വരിക. പ്രസലോഷൻ ഇതെങ്ങനെയാലും പോയി കിട്ടില്ലോ എന്നോർത്തോണ്ട് ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. പ്രസലോഷൻ വീണ്ടും എന്റെ പക്ഷെ ഇവിടെ വന്നിട്ടും പ്രശ്നം മാറുന്നില്ല. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ട് ഞങ്ങളുടെ പ്രശ്നം തീരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചാൽ മക്കൾ ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, മക്കളെ കിട്ടി. അപ്പോഴാണ് അടുത്ത പ്രശ്നം തുടങ്ങിയത്. അപ്പൊ ഞങ്ങള് ആഗ്രഹിച്ചെല്ലാം കിട്ടിയിട്ട് ഞങ്ങളുടെ പ്രശ്നം എതിരായിട്ട് തീരുന്നില്ല. ചോദിച്ച ജോലി കിട്ടി, ചോദിച്ച വണ്ടി കിട്ടി, ചോദിച്ച വീട് കിട്ടി, എല്ലാം കിട്ടി. എന്റെ പ്രോബ്ലം തീരുന്നത്. പ്രോബ്ലം തീരാത്ത ആരെ കിട്ടിയിട്ടില്ല ഇതുവരെ. 10 മിനിറ്റ് സമയം ഇവനെ ഒരാളെ കുറിച്ച് അറിയത്തില്ല, ബാക്കി എല്ലാ കാര്യവും അറിയാം. ആരെ മാത്രം അറിയത്തില്ല? ഈശോയെ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2:2 പൗലോസിന്റെ പറഞ്ഞ വചനമുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ. അറിയാവുന്ന ആരെങ്കിലും ഇത് പേരുണ്ടെ പറയട്ടെ. ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ആർക്കെങ്കിലും അറിയാമെന്ന് എന്നോട് പറഞ്ഞേ. അതിനും അങ്ങനെ തുടങ്ങുന്നത് എങ്ങനെയാ? ഞാൻ നിങ്ങളുടെ ആയിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, 1 Corinthians 2:2 കേട്ടല്ലോ, വായിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് കൂടി യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ.